നമസ്കാരം വ്യൂവേഴ്സ്, ന്യൂസ് റീഡിംഗ് മലയാളത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 2025 ജനുവരി 7 ചൊവ്വാഴ്ച. പ്രധാന വാർത്തകൾ. ഛത്തീസ്ഗഡിൽ മാവോവാദി ആക്രമണം, 8 ജവാന്മാർക്ക് വീരമൃത്യു. ഛത്തീസ്ഗഡിലെ ബിജാപൂർ ജില്ലയിലെ മാവോവാദികളുടെ IED ആക്രമണത്തിൽ 8 ജവാന്മാർക്ക് വീരമൃത്യു. ഡിസ്ട്രിക്ട് റിസർവ് ഗാർഡിലെ ജവാന്മാരാണിവർ. വാഹനത്തിൻ്റെ ഡ്രൈവറും കൊല്ലപ്പെട്ടു. 2 വർഷത്തിനിടെ സുരക്ഷാ സേനയ്ക്ക് നേരെ നടക്കുന്ന ഏറ്റവും വലിയ ആക്രമണമാണിത്. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് കുദ്രു പോലീസ് സ്റ്റേഷൻ പരിധിയിലെ അമ്പേരി ഗ്രാമത്തിലാണ് സംഭവം. ദന്തേവാഡയിൽ നിന്ന് മാവോവാദി വിരുദ്ധ ഓപ്പറേഷന് ശേഷം തിരിച്ചു വരികയായിരുന്ന ജവാന്മാരുടെ വാഹനം പൊട്ടിത്തെറിക്കുകയായിരുന്നു. 60 മുതൽ 70 കിലോ IED ഉപയോഗിച്ചതായാണ് സംശയം. സ്ഫോടനം നടന്ന ഇടം 10 അടി താഴ്ചയിൽ കുഴിഞ്ഞുപോയി. വാഹനം പൂർണ്ണമായും തകർന്നു. DRG ജവാന്മാർ സ്ഥിരം സഞ്ചരിക്കുന്ന പാതയിൽ IED നേരത്തെ സ്ഥാപിച്ചതാകാമെന്നാണ് വിലയിരുത്തൽ. സംസ്ഥാന പോലീസിൻ്റെ പ്രത്യേക വിഭാഗമാണ് DRG. ഗോത്രവർഗ്ഗക്കാരും കീഴടങ്ങിയ മാവോവാദികളുമാണ് DRGയിൽ കൂടുതലും. DFO ഓഫീസ് തകർത്ത കേസ്, അൻവറിന് ജാമ്യം. നിലമ്പൂർ നോർത്ത് വനം ഡിവിഷൻ ഓഫീസ് അടിച്ചു തകർത്തുന്ന കേസിൽ 1-ാം പ്രതിയായ PV അൻവർ MLAക്ക് ജാമ്യം. നിലമ്പൂർ 1-ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ തിങ്കളാഴ്ച രാവിലെ നൽകിയ ജാമ്യാപേക്ഷയിൽ 5-നാണ് ജാമ്യം ലഭിച്ചത്. ഉത്തരവ് തവനൂർ സെൻട്രൽ ജയിലിൽ ലഭിച്ചതോടെ രാത്രി 8:30-യോടെ അൻവർ പുറത്തിറങ്ങി. 35,000 രൂപ വീതമുള്ള 2 ആൾജാമ്യത്തിലാണ് പുറത്തിറങ്ങിയത്. തനിക്ക് ധാർമ്മിക പിന്തുണ നൽകിയ UDF നേതാക്കളുടെ പേരെടുത്ത് നന്ദി പറഞ്ഞ അൻവർ പിണറായി വിജയനെതിരെ UDFുമായി കൈകോർക്കുമെന്നും വ്യക്തമാക്കി. ഞായറാഴ്ച എടവണ്ണ ഒതായിയിലെ വീട്ടിലെത്തിയാണ് പോലീസ് അൻവറിനെ അറസ്റ്റ് ചെയ്തത്. അർദ്ധരാത്രിയോടെ ജയിലിലെത്തിച്ച അൻവറിന് ഒരു ദിവസം പൂർത്തിയാകും മുൻപേ പുറത്തിറങ്ങാനായി. പൊതുമുതൽ നശിപ്പിച്ച കേസിൽ കസ്റ്റഡിയിൽ വിട്ടുകിട്ടണമെന്ന പോലീസിൻ്റെ ആവശ്യം കോടതി തള്ളുകയായിരുന്നു. ജനപ്രതിനിധിയായ അൻവറിന് കർശന ജാമ്യവ്യവസ്ഥകളൊന്നും ആവശ്യമില്ലെന്നും കോടതി പറഞ്ഞു. ശനിയാഴ്ച രാത്രി കരുളായി ഉൾവനത്തിൽ മണി എന്ന ആദിവാസി യുവാവ് കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സംഭവത്തിലായിരുന്നു ഞായറാഴ്ച അൻവറിൻ്റെ നേതൃത്വത്തിൽ പ്രതിഷേധിച്ചത്. നിമിഷപ്രിയയുടെ വധശിക്ഷ പ്രസിഡന്റ് ശരിവച്ചിട്ടില്ലെന്ന് യമൻ എംബസി. പാലക്കാട് സ്വദേശി നിമിഷപ്രിയയുടെ വധശിക്ഷ യമൻ പ്രസിഡന്റ് ഡോക്ടർ റാഷദ് അൽ അലിമി ശരിവച്ചിട്ടില്ലെന്ന് ഡൽഹിയിലെ യമൻ എംബസി അറിയിച്ചു. ഹൂതികളുടെ അധീനതയിലുള്ള സനായിലെ ജയിലിലാണ് നിമിഷപ്രിയ ഉള്ളത്. കേസ് പൂർണ്ണമായും കൈകാര്യം ചെയ്യുന്നത് ഹൂതികളാണെന്നും റിപ്പബ്ലിക് ഓഫ് യമൻ്റെ ന്യൂഡൽഹി എംബസി വ്യക്തമാക്കി. നിമിഷപ്രിയയുടെ വധശിക്ഷ പ്രസിഡന്റ് ശരിവച്ചതായ റിപ്പോർട്ടിൻ്റെ പശ്ചാത്തലത്തിലാണ് എംബസി നിലപാട് വ്യക്തമാക്കിയത്. 2017 ജൂലൈയിൽ യമനി പൗരനായ തലാൽ അബ്ദുമഹിദിയെ കൊലപ്പെടുത്തിയ കേസിലാണ് ശിക്ഷ. യമനുമായി ഇന്ത്യക്ക് നയതന്ത്ര ബന്ധമോ അവിടെ ഇന്ത്യൻ എംബസിയോ ഇല്ല. നിമിഷപ്രിയയ്ക്ക് സാധ്യമായ എല്ലാ സഹായവും ചെയ്യുമെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു. 4 പേരുടെ മരണത്തിനിടയാക്കിയ റോഡ് അപകടത്തിൻ്റെ വാർത്തയാണ് അടുത്തതായി വായിക്കുന്നത്. കൊക്കയിലേക്ക് ബസ് മറിഞ്ഞ് 4 പേർ മരിച്ചു. KSRTC ബജറ്റ് ടൂറിസത്തിൻ്റെ ഭാഗമായി തീർത്ഥയാത്രക്കാരുമായി പോയ ബസ് നിയന്ത്രണം വിട്ട് കൊക്കയിലേക്ക് മറിഞ്ഞ് 4 പേർ മരിച്ചു. കൊട്ടാരക്കര ദിണ്ടിഗൽ ദേശീയപാതയിൽ പുല്ലുപാറയ്ക്ക് സമീപം തിങ്കളാഴ്ച രാവിലെ 6:00-ഓടെയാണ് സംഭവം. മാവേലിക്കരയിൽ നിന്ന് തഞ്ചാവൂർ, മധുര എന്നിവിടങ്ങളിൽ തീർത്ഥാടന യാത്ര നടത്തി തിരികെ വരികയായിരുന്ന സൂപ്പർ ഡീലക്സ് ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ആലപ്പുഴ മാവേലിക്കര പല്ലാരിമംഗലം കോട്ടയ്ക്കകത്ത് തെക്കതിൽ രമാമോഹൻ, തട്ടാരമ്പലം മറ്റം വടക്ക് കാർത്തിക വീട്ടിൽ അരുൺ ഹരി, മറ്റം തെക്ക് സോമസദനത്തിൽ സംഗീത് സോമൻ, ബുദ്ധ ജംഗ്ഷന് സമീപം കൊറ്റാർക്കാവ് കൗസ്തുഭത്തിൽ ബിന്ദു നാരായണൻ എന്നിവരാണ് മരിച്ചത്. 34 യാത്രക്കാർ അടക്കം 37 പേരാണ് ഉണ്ടായിരുന്നത്. എല്ലാവർക്കും പരിക്കേറ്റു. സാരമായി പരിക്കേറ്റ 2 പേരെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിച്ചു. വളവിൽ നിയന്ത്രണം വിട്ട ബസ് ക്രഷ് ബാരിയറിൽ ഇടിച്ച് തെന്നി 30 അടി താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു. ബ്രേക്ക് പോയത് മനസ്സിലാക്കിയ ഡ്രൈവർ ഹാൻഡ് ബ്രേക്ക് വലിച്ചു. വേഗം കുറഞ്ഞത് തെന്നി മാറി പിൻവശം റോഡിന് താഴേക്ക് മറിഞ്ഞു. മരങ്ങളിൽ തങ്ങി നിന്നതിനാൽ കൂടുതൽ ആഴത്തിലേക്ക് വീണില്ല. ഈ ഭാഗത്ത് 1000 അടിയിലേറെ താഴ്ചയുണ്ട്. മരിച്ചവരുടെ ആശ്രിതർക്ക് ആദ്യഘട്ടമായി 5 ലക്ഷം വീതം നൽകുമെന്നും
ചികിത്സാ ചെലവ് വൈകുമെന്നും മന്ത്രി കെ ബി ഗണേഷ് കുമാർ അറിയിച്ചു. നവീൻ ബാബുവിൻ്റെ മരണം CBI വേണ്ടെന്ന് ഹൈക്കോടതി. കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബുവിൻ്റെ മരണത്തിൽ CBI അന്വേഷണം വേണമെന്ന ഭാര്യ കെ മഞ്ജുഷയുടെ ആവശ്യം ഹൈക്കോടതി അനുവദിച്ചില്ല. പ്രത്യേക സംഘത്തിൻ്റെ അന്വേഷണം ശരിയായ ദിശയിലാണെന്ന് വിലയിരുത്തിയാണ് ജസ്റ്റിസ് കൗസർ എടപ്പവത്ത് ആവശ്യം നിഷേധിച്ചത്. കണ്ണൂർ റേഞ്ച് DIGയുടെ മേൽനോട്ടത്തിലായിരിക്കണം പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ അന്വേഷണമെന്നും കോടതി നിർദ്ദേശിച്ചു. അന്വേഷണ പുരോഗതി SIT കൃത്യമായി DIGയെയും ഹർജിക്കാരിയെയും അറിയിക്കണം. കൊന്ന് കെട്ടിത്തൂക്കിയതാണെന്ന ഹർജിക്കാരിയുടെ സംശയവും അന്വേഷിക്കണം. അന്തിമ റിപ്പോർട്ടിൻ്റെ കരട് DIGക്ക് സമർപ്പിക്കണം. DIG അനുമതി നൽകിയ ശേഷമേ കോടതിയിൽ സമർപ്പിക്കാവൂവെന്നും ഉത്തരവിൽ പറയുന്നു. CBI അന്വേഷണം അനിവാര്യമാക്കുന്ന പിഴവ് അന്വേഷണത്തിൽ ചൂണ്ടിക്കാട്ടാൻ ഹർജിക്കാരിക്ക് കഴിഞ്ഞിട്ടില്ലെന്ന് കോടതി വിലയിരുത്തി. ചെറുപ്പക്കാർക്ക് വോട്ട് ചെയ്യാൻ മടി. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനും വോട്ട് ചെയ്യാനുമുള്ള ചെറുപ്പക്കാരിലെ വിമുഖതയുടെ കാരണം കേരളം പരിശോധിക്കും. സർക്കാർ ഏജൻസിയെ ഉപയോഗിച്ച് നടത്തുന്ന പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബോധവൽക്കരണം നടത്തി മുഴുവൻ ചെറുപ്പക്കാരെയും തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഭാഗമാക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ യു ഖേൽക്കർ പറഞ്ഞു. 2011 സെൻസസിന് ആനുപാതികമായി നിലവിലെ ജനസംഖ്യ 3,60,63,000 എന്നാണ് കണക്കാക്കുന്നത്. ഇതിൽ 18-19 പ്രായത്തിലുള്ള 2,96,552 പേരാണ് വോട്ടർ പട്ടികയിലുള്ളത്. 20-29 പ്രായത്തിലുള്ളവർ 15.62%. ചെറുപ്പക്കാരിൽ പലരും പട്ടികയിൽ പേര് ചേർക്കുന്നില്ല. ചേർത്താലും വോട്ട് ചെയ്യാൻ താൽപ്പര്യപ്പെടാറുമില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് പരമാവധി പേരെ പട്ടികയിൽ ഉൾപ്പെടുത്തി തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമാക്കുകയാണ് ലക്ഷ്യമെന്ന് CEO പറഞ്ഞു. കേരളത്തിന് പുറത്ത് പഠിക്കാനോ ജോലിക്കോ പോകുന്നവർ വോട്ട് ചെയ്യാൻ മാത്രമായി എത്താറില്ല. 30 വയസ്സിന് താഴെയുള്ള പ്രൊഫഷണലുകൾ ഉൾപ്പെടെയുള്ളവർക്കും താൽപ്പര്യമില്ലെന്നാണ് വിലയിരുത്തൽ. വൈസ് ചാൻസലർ നിയമനം അധികാരം ചാൻസലർക്ക്. രാജ്യത്തെ സർവകലാശാല വൈസ് ചാൻസലർമാരുടെയും അധ്യാപകരുടെയും അക്കാദമിക് സ്റ്റാഫുകളുടെയും നിയമനത്തിനും സ്ഥാനക്കയറ്റത്തിനുമുള്ള പരിഷ്കരിച്ച കരട് ചട്ടങ്ങൾ UGC പുറത്തിറക്കി. വൈസ് ചാൻസലർ നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റി അധ്യക്ഷനെ ചാൻസലർ നിർദ്ദേശിക്കും. രണ്ടാമത്തെ അംഗത്തെ UGC ചെയർമാൻ നാമനിർദ്ദേശം ചെയ്യും. സിൻഡിക്കേറ്റ്, സെനറ്റ്, എക്സിക്യൂട്ടീവ് കൗൺസിൽ, ബോർഡ് ഓഫ് മാനേജ്മെൻറ്റ് എന്നിങ്ങനെയുള്ള സമിതികൾക്ക് മൂന്നാമത്തെ അംഗത്തെ നിർദ്ദേശിക്കാം. സർവകലാശാല VC നിയമനത്തെ ചൊല്ലിയുള്ള ഗവർണർ സർക്കാർ പോരുകൾ രൂക്ഷമായ സാഹചര്യത്തിലാണ് പുതിയ കരട് ചട്ടം UGC ഇറക്കിയത്. റോഡിലെ സമ്മേളനം കോടതിയലക്ഷ്യ നടപടിയുമായി ഹൈക്കോടതി. റോഡ് തടസ്സപ്പെടുത്തിയുള്ള സമ്മേളനങ്ങൾ ആവർത്തിക്കുന്ന വിഷയത്തിൽ ഹൈക്കോടതി സ്വമേധയാ കോടതിയലക്ഷ്യ നടപടി തുടങ്ങി. തിരുവനന്തപുരം ബാലരാമപുരം പഞ്ചായത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ജനുവരി 3 റോഡ് കെട്ടിയടച്ച് ജ്വാല വനിതാ ജംഗ്ഷൻ എന്ന പരിപാടി സംഘടിപ്പിച്ചത് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് നടപടി. ജസ്റ്റിസ് അനിൽ K നരേന്ദ്രൻ, ജസ്റ്റിസ് S മുരളീകൃഷ്ണൻ എന്നിവരുൾപ്പെട്ട ബെഞ്ച് നിർദ്ദേശം നൽകിയത്. നേതാവിൻ്റെ മരണം KPCC അന്വേഷിക്കും. വയനാട് DCC ട്രഷറർ NM വിജയൻ്റെയും മകൻ്റെയും മരണവുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങളെക്കുറിച്ചും വിവാദങ്ങളെക്കുറിച്ചും അന്വേഷിക്കാൻ KPCC സമിതിയെ നിയോഗിച്ചു. അച്ചടക്ക സമിതി ചെയർമാൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, TN പ്രതാപൻ, സണ്ണി ജോസഫ്, K ജയന്ത് എന്നിവരാണ് സമിതിയിൽ. ട്രൂഡോ രാജിവെച്ചു. സ്വന്തം പാർട്ടിയിലും രാജ്യത്തും അനഭിമതനായി തീർന്ന കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ തിങ്കളാഴ്ച രാജിവെച്ചു. ഭരണകക്ഷിയായ ലിബറൽ പാർട്ടിയുടെ നേതൃസ്ഥാനവും അദ്ദേഹം ഒഴിഞ്ഞു. എന്നാൽ പാർട്ടി പുതിയ നേതാവിനെ തെരഞ്ഞെടുക്കുവോളം 2 പദവികളിലും അദ്ദേഹം തുടരും. ജനുവരി 27 ചേരേണ്ട പാർലമെൻറ്റ് സമ്മേളനം മാർച്ച് 24 നീട്ടിവെക്കുന്നതായി രാജി പ്രഖ്യാപിച്ചുള്ള പ്രസംഗത്തിൽ ട്രൂഡോ പറഞ്ഞു. പുതിയ നേതാവിനെ തെരഞ്ഞെടുക്കാൻ ലിബറൽ പാർട്ടിക്ക് സമയം നൽകുന്നതിന് വേണ്ടിയാണ് ഇത്. സ്പോർട്സ് വാർത്തകൾ. ബുംറയ്ക്ക് പരിക്ക്, ഇംഗ്ലണ്ട് പരമ്പര നഷ്ടമാകും. ഓസ്ട്രേലിയക്കെതിരായ 5ാം ടെസ്റ്റിനിടെ പുറം വേദന കാരണം ഗ്രൗണ്ട് വിട്ട ഇന്ത്യൻ പേസ് ബൗളർ ജസ്പ്രീത് ബുംറയ്ക്ക് നീണ്ട വിശ്രമം വേണ്ടിവരും. ഈ മാസം ഒടുവിൽ തുടങ്ങുന്ന ഇംഗ്ലണ്ടിനെതിരായ 2020 ഏകദിന പരമ്പരകളിൽ നിന്ന് ബുംറ വിട്ടുനിൽക്കുമെന്നാണ് സൂചന. ഫെബ്രുവരി 19 തുടങ്ങുന്ന ചാമ്പ്യൻസ് ട്രോഫി ടൂർണമെൻറ്റിലൂടെ മത്സരത്തിലേക്ക് തിരിച്ചെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇംഗ്ലണ്ടിനെതിരായ പരമ്പരയിൽ 5 2020യും 3 ഏകദിനവുമുണ്ട്. ഇന്ത്യയിലാണ് മത്സരങ്ങൾ. പുറംവേദന കാരണം ശനിയാഴ്ച ഗ്രൗണ്ട് വിട്ട ബുംറ ഞായറാഴ്ച ബാറ്റിങ്ങിനിറങ്ങിയെങ്കിലും ബൗൾ ചെയ്തിരുന്നില്ല.
പരമ്പരയിലാകെ 150 ഓവറുകളിലേറെ എറിഞ്ഞ ബുംറയ്ക്ക് ജോലിഭാരം കൂടിയത് വിനയായി. ആകെ 32 വിക്കറ്റ് നേടിയ ബുംറ പരമ്പരയിലെ മികച്ച താരവുമായി. മുംബൈ സിറ്റിക്ക് ജയം. ചാമ്പ്യന്മാരായ മുംബൈ സിറ്റി എഫ്.സിക്ക് ISL ഫുട്ബോളിൽ പൊരുതി കളിച്ച ഈസ്റ്റ് ബംഗാളിനെതിരെ ജയം. 3-2 എന്ന നിലയിലാണ് കളി അവസാനിക്കുമ്പോൾ ഇരു ടീമുകളുടെയും ഗോൾ നില. നിക്കോസ് കരേലിസിൻ്റെ ഇരട്ട ഗോൾ പ്രകടനമാണ് മുംബൈക്ക് ജയമൊരുക്കിയത്. ഒന്നാം പകുതിയിൽ ലാലിയൻ സുല ചങ്തയും കരേലിസും നേടിയ ഗോളുകളിൽ മുംബൈ മുന്നിലെത്തിയിരുന്നു. എന്നാൽ മുംബൈയുടെ സഹിൽ പരിവാറിൻ്റെ സെൽഫ് ഗോളിലും ഡേവിഡ് ലാൽഹലാൻ സാംഗയുടെ ഗോളിലും ഈസ്റ്റ് ബംഗാൾ സമനില നേടി. ഒടുവിൽ ആതിഥേയ ഡിഫൻഡർ അൻവർ അലിയുടെ പിഴവ് മുതലെടുത്ത് കരേലിസ് മുംബൈയുടെ വിജയ ഗോൾ നേടി. പാകിസ്ഥാനെതിരായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ദക്ഷിണാഫ്രിക്കയ്ക്ക് 10 വിക്കറ്റ് ജയം. ഇതോടെ 2 മത്സരങ്ങളുടെ പരമ്പരയും ആതിഥേയർ സ്വന്തമാക്കി. ഇതോടെ ഇന്നത്തെ ന്യൂസ് റീഡിംഗ് അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ കാണും വരെ നന്ദി, നമസ്കാരം. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.